അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ബീഫിൻ്റെ റിബ്സ് ബാർബിക്യൂ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. വേസ്റ്റൊക്കെ കുറച്ചുള്ളതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. നമുക്ക് ഇതിൻ്റെ മസാല റെഡിയാക്കി എടുക്കാം. ആദ്യം കുറച്ച് ഒലിവ് ഓയിൽ, പാപ്രിക്ക, തൈമി കുറച്ച് പൊടിച്ചിടണം, കുറച്ച് കുരുമുളക് പൊടി നമ്മുടെ, കുറച്ച് ഗാർലിക് പൗഡർ, കുറച്ച് പച്ചമുളക് അരച്ചത്. അതിന് അടിപൊളി മസാല ഉണ്ടത്. ഇനി പാകത്തിന് ഉപ്പ് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാല അത് അടിപൊളിയാണ്. ഇത് നമുക്ക് പതുക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്തായാലും നമ്മൾ കൈ കൊണ്ട് തന്നെ തേക്കണം, അപ്പോഴേ ശരിക്കാണ് മസാല പിടിക്കണം. നമുക്ക് 2 മണിക്കൂർ റെസ്റ്റ് എടുക്കട്ടെ. കൊടുക്കാം. ഭയങ്കര ചൂടായില്ലേ? വെച്ച് കൊടുക്കാം. അടിപൊളി. ഇനി കുറച്ച് നമ്മുടെ മസാല കൂടെ തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത മസാല റെഡിയാക്കി എടുക്കാം. കുറച്ച് ടൊമാറ്റോ സോസാണിത്, കുറച്ച് ജിഞ്ചർ പൗഡർ, കുറച്ച് ചില്ലി ഫ്ലേക്സ്, കുറച്ച് ഓണിയൻ ഫ്ലേക്സ് ആണിത്, നല്ല മണമാണ് കേട്ടോ. കുറച്ച് നാരങ്ങ നീര്. ഇതിൽ മധുരമാണ് ചേർക്കട്ടെ, നമ്മൾ മധുരം ചേർക്കില്ല, നമ്മൾ പുളിപ്പ് വരുവാണ് പ്രാധാന്യം കൊടുക്കണം. അല്പം ഉപ്പ്, ഒരുപാട് വേണം. ഈ മസാലക്കുള്ള ഉപ്പ് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നല്ല അടിപൊളി സോസ് മസാല. നമ്മുടെ സോസ് മസാല. ആഹാ, അടിപൊളി ചുള്ളിയാണ്. ചൂടാ മെല്ലെ നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. അടിപൊളി. ഇതൊക്കെ സംഭവമൊക്കെ ഒന്നും പറയാനില്ല അല്ലേ? വേവിനെ കുറിച്ചൊന്നും പിന്നെ ഒന്നും പറയാനൊന്നുമില്ലതാ. നല്ല അടിപൊളി സംഭവം. പൊളി മസാല.